ബീസ്റ്റ് ഒരിക്കലും രൂപാന്തരപ്പെട്ടില്ല. ബ്യൂട്ടി ബീസ്റ്റിനെ കണ്ടുമുട്ടിയ കാലത്തും ഇപ്പോഴും ബീസ്റ്റ് തന്നെയാണ്. നാറിയ വായും ചോര ചൂടാറിയ വടുപ്പാടുകളും നീണ്ട നഖങ്ങളും ദുസ്സഹമായ വിയർപ്പുചൂരും ബീസ്റ്റ് ഒരിക്കലും മാറിയിട്ടില്ല. ഇപ്പോഴും സൂപ്പ് നക്കിയാണ് കുടിക്കുന്നത്. പ്ലിം, പ്ലോം, ഖർ, മുർ എന്ന ശബ്ദമുണ്ടാക്കി നുരയേറ്റുന്ന നാക്ക് പുറത്തിട്ട്. എങ്കിലും എவ்விധവും മിനുങ്ങി നടക്കുന്ന മനുഷ്യനേക്കാൾ മികച്ചതാണ് ഈ മിത്തിക്കൽ ജീവി എന്ന് ചിന്തിച്ചാവണം ബ്യൂട്ടി പതിയെ ബീസ്റ്റിലേക്കു മനസ്സ് തിരിച്ചത്. അവന്റെ കണ്ണുകളിലെ മൃഗീയമായ ആർദ്രതയിൽ ഉള്ളുനർത്തുന്ന എന്തോ ഒന്ന് അവൾ കണ്ടെടുത്തിരുന്നു. അവരൊരുമിച്ച് സായാഹ്നങ്ങൾ ചിലവിട്ടു. ബീസ്റ്റ് ബ്യൂട്ടിയെ വേട്ടയാടുവാനും പൊരുതുവാനും പഠിപ്പിച്ച ബ്യൂട്ടിയാകട്ടെ അവനെ കത്തിയും മുള്ളും വെച്ച് ആഹാരം കഴിക്കുവാനും മനുഷ്യരെപ്പോലെ ജീവിക്കുവാനും പഠിപ്പിച്ചു. നിഷ്ഫലം. രണ്ടുപേരും ഒന്നും പഠിച്ചില്ല. പക്ഷേ അവരായി തന്നെ നിലനിന്നു. കാലം കടന്നു, കൊഴിഞ്ഞു, ഒഴുകി, നടന്നു പോയിക്കൊണ്ടേയിരുന്നു. നിരവധി നിമിഷങ്ങൾ, പകലുകൾ, രാത്രികൾ, അനവധി അവസ്ഥാന്തരങ്ങൾ അവരിലൂടെ കടന്നുപോയി. ബ്യൂട്ടിക്കിപ്പോ സൗന്ദര്യമെന്നത് ബീസ്റ്റാണ്. അവന്റെ ചപ്പറ തലമുടിയും ചുവന്ന കണ്ണും മഞ്ഞ പല്ലും വാലും അവൾക്ക് വസന്തം പോലെ മനോഹരമാണ്. ഒരു മഴക്കാലത്ത് മങ്ങിയ മഴവില്ല് പിന്നിൽ നിൽക്കുമ്പോൾ മട്ടുപ്പാവിൽ വെച്ച് ബ്യൂട്ടി ബീസ്റ്റിനെ ചുംബിക്കുകയും "നീ മാത്രമാണ് എന്റെ രാജകുമാരൻ" എന്ന് പറയുകയും ചെയ്തു. അനന്തരം അവർ സുഖിച്ചും ദുഃഖിച്ചും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു, ആരും അറിയാതെ പോയെ. അപ്പോ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് നമ്മുടെ കഥ? അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റിൽ അറിയിക്കുമല്ലോ അല്ലേ? വീണ്ടും മറ്റൊരു കിൻസുഗി ക്രാഫ്റ്റും ഒപ്പമൊരു കഥയുമായി നമുക്ക് പിന്നൊരു ദിവസം കാണാം. എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ.